ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ സമ്മിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇക്വേഷൻ വെച്ച് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ടു പ്രൂവ് ദാറ്റ് സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു ടാൻ 4x ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം രണ്ടിനകത്തും വരുന്ന നമ്മൾ പഠിച്ച ഇക്വേഷൻ കൊടുക്കണം അല്ലേ. ഒന്നാമത്തേൽ നമ്മൾ ഏത് ഫോർമുല പഠിച്ചേക്കണം? സൈൻ സി പ്ലസ് സൈൻ ഡി. സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല പഠിച്ചേക്കണേ? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. കൂട്ടണത് ആർക്ക് കൊടുക്കണം? സൈനിന് കൊടുക്കണം. ദെൻ ഡിഫറൻസ് ആർക്ക് കൊടുക്കണം? കോസിന് കൊടുക്കണം. സി മൈനസ് ഡി ഡിവൈഡഡ് ബൈ 2 വരും. അതായത് സൈൻ്റെ പ്ലസ് ഫോർമുലയ്ക്കകത്ത് ആദ്യം സൈൻ വരും, പിന്നെ കോസ് വരും. ഇനി കോസിന്റെ പ്ലസ് ഫോർമുലയോ? ഇവിടെ കോസ് സി പ്ലസ് ഡിയുടെ ഫോർമുലയോ കൊടുക്കണേ. അപ്പൊ കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറഞ്ഞ എന്താണ്? 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അതായത് കൂട്ടണതും കോസിന് കൊടുക്കണം, കുറയ്ക്കണതും നമ്മൾ എന്തിനു കൊടുക്കണം? കോസിന് കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏത് ഫോർമുലയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ രണ്ട് ഫോർമുലയും നമ്മളൊന്ന് ഇക്വേഷൻ എഴുതാം. ഇവിടെ നമ്മൾ സൈൻ്റെ ഫോർമുല അങ്ങ് കൊടുക്കണം. ഇവിടെ നമ്മുടെ സൈൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ 2 സൈൻ സിയുടെ സ്ഥാനത്ത് 5x പ്ലസ് ഡിയുടെ സ്ഥാനത്ത് 3x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ്. കാരണം ആദ്യം സൈൻ പിന്നെ എന്താ? കോസാണ്. അപ്പൊ കോസ് 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2 വരും. ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് പഠിച്ച ഫോർമുലാസ് രണ്ടും നമ്മൾ ഒന്നിച്ച് വരുമ്പോൾ ഓരോന്നും രണ്ടും ഏതൊക്കെ ഫോർമുലയാണ് വരുന്ന ആ ഫോർമുല എല്ലാം കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കോസിന്റെ പ്ലസ് ഫോർമുലയ്ക്കകത്ത് ആദ്യം എന്താ വരുന്നത്? 2 കോസ്. കാരണം കോസിന്റെ പ്ലസ് ഫോർമുല 2 കോസ് 5x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വീണ്ടും എന്ത് തന്നെ വരുള്ളൂ? കോസ് തന്നെ വരുള്ളൂ. അപ്പൊ കോസ് 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2 വരും. രണ്ടും നമ്മൾ പഠിച്ച രണ്ട് ഇക്വേഷൻ അവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്കറിയാം ഈ 2ഉം ഈ 2 എല്ലായിടത്തും ഇൻറ്റു ആണ്. അപ്പൊ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ഇനി ഇതൊന്ന് കൂട്ടി എഴുതാം. ആഡ് ചെയ്ത് എഴുതുമ്പോൾ സൈൻ 5x പ്ലസ് 3x 4x 8x വരും. 8x ഡിവൈഡഡ് ബൈ 2 വരും. സൈൻ 8x ബൈ 2 വരും. ഇനി ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും? കോസ് 5x മൈനസ് 3x എന്ന് പറയുന്നത് 2x ഡിവൈഡഡ് ബൈ 2 വരും. ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ ഡിനോമിനേറ്ററും അതുപോലെ നമ്മൾ ഫോർമുല കൊടുക്കണം. കോസ് 5x പ്ലസ് 3x എന്നാ 8x വരും. 8x ഡിവൈഡഡ് ബൈ 2 വരും. ഒന്നങ്ങ് എഴുതാം ഒരു സ്റ്റെപ്പ്. ഇൻറ്റു ഇവിടെ എന്ത് വരും? കോസ് 5x മൈനസ് 3x 2x വരും. 2x ഡിവൈഡഡ് ബൈ 2 വരും. അപ്പൊ ഇവിടെ നോക്കുക, ഈ കോസ് 2x ഇത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ബാക്കി എന്തുണ്ട്? ഈ സ്റ്റെപ്പിൽ എഴുതുമ്പോൾ സൈൻ 8x എന്ന് പറഞ്ഞാൽ സൈൻ 4x വരും. 8x ബൈ 2 കോസ് 8x ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് 4x വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്നാന്ന് നോക്കിയേ, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 4x. ആൻസർ ഈസ് ടാൻ 4x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് വൈ ബൈ 2 ആണ് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്താണ്? സൈൻ്റെ ഫോർമുല ഉണ്ട്, കോസിന്റെ ഫോർമുല ഉണ്ട്. സൈൻ്റെ ഏത് ഫോർമുല അവിടെ തന്നേക്കണം? സൈൻ്റെ മൈനസ് ഫോർമുല അല്ലേ. അപ്പൊ നമുക്ക് ഏത് കൊടുക്കാം മക്കളെ? സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. സൈൻ സി മൈനസ് സൈൻ ഡിയുടെ പ്രത്യേകത എന്നാ? സൈൻ്റെ മൈനസ് വന്ന ആദ്യം കൂട്ടുന്നത് ആർക്ക് കൊടുക്കണം? കോസിന് കൊടുക്കണം അല്ലേ. സി പ്ലസ് ഡി ബൈ 2 വരും. പിന്നെ ഡിഫറൻസ് ഏതിന് കൊടുക്കണം? സൈനിന് കൊടുക്കണം. സൈൻ സി മൈനസ് ഡി ബൈ 2 വരും. ഇനി ഇവിടെ നോക്കാം, കോസിന്റെ പ്ലസ് ഫോർമുലയ്ക്കകത്ത് പ്രത്യേകത എന്താ? പ്രോഡക്റ്റിനകത്ത് കോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞ എന്താണ്? 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 വരും. കോസിന്റെ പ്ലസ് ഫോർമുലയ്ക്കകത്ത് പ്രോഡക്റ്റിനകത്ത് കോസ് മാത്രമേ ഉള്ളൂ. കൂട്ടണത് മാർക്ക് കൊടുക്കണം കോസിന്, കുറയ്ക്കണത് മാർക്ക് കൊടുക്കണം കോസിന് തന്നെ കൊടുക്കണം നമ്മൾ ഇക്വേഷനകത്ത്. ഇനി ഇത് നമ്മുടെ ഫോർമുലയിലേക്ക് കൊടുത്തു നോക്കിയേ. സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. ഏതാണ് ഫോർമുല? 2 കോസ്. സൈൻ്റെ മൈനസ് ഫോർമുലയ്ക്കകത്ത് ആദ്യം കോസാ തന്നെ. അപ്പൊ 2 കോസ് ഏതാ വരുന്നത്? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2. കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം, കോസിന് കൊടുക്കണം. ഇനി കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കണം ആർക്ക് കൊടുക്കണം? സൈനിന് കൊടുക്കണം. എക്സ് മൈനസ് വൈ ബൈ 2 ഡിവൈഡഡ് ബൈ കോസിന്റെ പ്ലസ് ഫോർമുലയ്ക്കകത്ത് രണ്ട് സ്ഥലത്തും കോസ് മാത്രമേ ഉള്ളൂ. കൂട്ടണതും കോസിന് കൊടുക്കണം, ഡിഫറൻസ് എടുക്കണതും കോസിന് തന്നെ കൊടുക്കണം. അപ്പൊ 2 കോസ് ഏത് വരും?
എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ ടു വരും. ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോവും? ഈ 2 യും 2 കോമണ വെട്ടിപ്പോവും. എല്ലാം പ്രോഡക്റ്റ് ആണ്. ഈ കോസ് എക്സ് പ്ലസ് വൈയും കോസ് എക്സ് പ്ലസ് വൈയും വെട്ടിപ്പോവും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് എന്ത് വരും? ടാൻ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 വരും. പ്രൂവ് ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് കോസ് 7x പ്ലസ് കോസ് 3x ഡിവൈഡഡ് ബൈ സൈൻ 7x പ്ലസ് സൈൻ 3x ഈക്വൽ ടു കോട്ട് 5x ആണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ അറിയാം, കോസിന്റെ മുകളിൽ വരുന്ന എന്താണ്? ന്യൂമറേറ്ററിൽ വരുന്ന കോസിന്റെ പ്ലസ് ഫോർമുല അല്ലേ? ഏതാ ഫോർമുല മക്കളെ? കോസ് സി പ്ലസ് കോസ് ഡി ആണ്. ഏതാ ഫോർമുല? കോസിന്റെ പ്ലസ് ഫോർമുലക്കകത്ത് പ്രോഡക്റ്റിനകത്ത് കോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 വരും. ഇനി ഡിനോമിനേറ്റർ എടുക്കണം സൈൻ്റെ പ്ലസ് ഫോർമുല. അതിനകത്ത് തന്നെ പ്രത്യേകത, സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. കൂട്ടണത് ആർക്ക് കൊടുക്കണം? സൈനിന് കൊടുക്കണം. സൈൻ്റെ ഫോർമുലയ്ക്കകത്ത് പ്രോഡക്റ്റിനകത്ത് സൈനും ഉണ്ട് കോസും ഉണ്ട്. അപ്പൊ നടുക്ക് പ്ലസ് ആണെങ്കിൽ കൂട്ടണത് സൈനിന് കൊടുക്കണം. ആ ഡിഫറൻസ് ആർക്ക് കൊടുക്കണം? കോസിന് കൊടുക്കണം. സി മൈനസ് ഡി ബൈ 2. അപ്പൊ ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൊടുക്കുന്നത്. നോക്കാം, നമുക്ക് കോസിന്റെ പ്ലസ് ഫോർമുല കൊടുത്തു. കോസ് സി പ്ലസ് കോസ് ഡി. അപ്പൊ 2 കോസ് സി എന്ന് പറയുന്ന 7x, ഡി എന്ന് പറയുന്നത് 3x ഡിവൈഡഡ് ബൈ 2. ഇത് സി, ഇത് ഡി. അപ്പൊ ആദ്യം രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് കഴിച്ചു. കോസിന്റെ പ്ലസ് ആയതുകൊണ്ട് വീണ്ടും എന്ത് തന്നെ വരുള്ളൂ? കോസ് വരുള്ളൂ. അപ്പൊ കോസ് 7x മൈനസ് 3x ബൈ 2 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നടുക്ക് നെഗറ്റീവ് ഇട്ടെന്ന് എഴുതിയാൽ മാത്രം മതി. ഡിവൈഡഡ് ബൈ 2 ഏതാണ്? രണ്ടാമത്തെ ഫോർമുല, സൈൻ്റെ ഫോർമുല. ആദ്യം സൈൻ പിന്നെ കോസ്. അപ്പൊ സൈൻ 7x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 വരും. സൈൻ ആവുമ്പോൾ പ്രോഡക്റ്റിനകത്ത് സൈനും ഉണ്ട് കോസും ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ വരും? കോസ് വരും. 7x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2 വരും. ഈ 2 എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെ നമ്മളിതൊന്ന് ആഡ് ചെയ്ത് വെച്ചു. കോസ് 7x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 10x വരും. 10x ഡിവൈഡഡ് ബൈ 2 വരും. അത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം കേട്ടോ. 10x ബൈ 2 വരും. ഇൻറ്റു കോസ് 7x മൈനസ് 3x എന്ന് പറഞ്ഞാൽ 4x വരും. അപ്പൊ 4x ഡിവൈഡഡ് ബൈ 2 വരും. ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ നോക്കാം, സൈൻ 7x പ്ലസ് 3x 10x വരും. 10x ഡിവൈഡഡ് ബൈ 2 വരും. ഇനി കോസ് ഇതെന്താ വരും? കോസ് 7x മൈനസ് 3x എന്ന് പറഞ്ഞാൽ 4x ഡിവൈഡഡ് ബൈ 2 വരും. ഇത് രണ്ടും എന്തായി പോയി? ഒരുപോലെയുള്ളതാ, ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പൊ ഇവിടെ ബാലൻസ് എന്നാ വരും നോക്കി. കോസ് 10x ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 5x വരും. ഡിവൈഡഡ് ബൈ സൈൻ 10x ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ 5x വരും. നമുക്കറിയാം കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 5x ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് 5x വരും. അപ്പൊ ആൻസർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയില്ലേ നോക്കി. കോട്ട് 5x ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സെയിം റിസൾട്ട് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് കോസ് 5x പ്ലസ് കോസ് 7x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 5x ഈക്വൽ ടു കോട്ട് എക്സ് ആണ് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കോസിന്റെ പ്ലസ് ഫോർമുലയാണ്. കോസിന്റെ പ്ലസ് ഫോർമുല എന്നാ മക്കളെ? കോസ് സി മൈനസ് കോസ് സി പ്ലസ് കോസ് ഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 ആണ്. കോസിന്റെ പ്ലസ് ഫോർമുലയ്ക്കകത്ത് പ്രോഡക്റ്റിനകത്ത് കോസ് മാത്രമേ ഉള്ളൂ. ആദ്യം കൂട്ടണതും കോസിന് കൊടുക്കണം, കുറയ്ക്കണതും കോസിന് കൊടുക്കണം. അപ്പൊ കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 വരും. ഇനി അടുത്ത് നമുക്ക് വന്നേക്കണം സൈൻ്റെ മൈനസ് ഫോർമുല അല്ലേ? അപ്പൊ സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം കൂട്ടണത് ആർക്ക് കൊടുക്കണം? കോസിന് കൊടുക്കണം. അപ്പൊ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2 കൊടുക്കണം. കൂട്ടണത് ആർക്ക് കൊടുക്കണം? കോസിന്. കുറയ്ക്കണത് ആർക്ക് കൊടുക്കണം? സൈനിന് കൊടുക്കണം. ഇനി നമ്മൾ ഈ രണ്ട് ഫോർമുല ഇവിടെ ഒന്ന് കൊടുക്കാം. ഇപ്പൊ കോസ് 5x പ്ലസ് കോസ് 7xനകത്ത് വലിയ നമ്പർ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ചെയ്തോളാം. എഴുതുമ്പോൾ ആദ്യം വലിയ നമ്പർ എഴുതിയാൽ മതി. അപ്പൊ 2 കോസ് 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2 ദെൻ ഇൻറ്റു കോസ് 7x മൈനസ് 5x ബൈ 2. ഇനി സൈൻ്റെ മൈനസ് ഫോർമുല. അപ്പൊ ആദ്യം എന്താണ് കൂട്ടണത്? ആർക്ക് കൊടുക്കണം? കോസിന് കൊടുക്കണം. 7x പ്ലസ് 5x ഡിവൈഡഡ് ബൈ 2. ഡിഫറൻസ് ആർക്ക് കൊടുക്കണം? സൈനിന് കൊടുക്കണം. സൈൻ 7x
മൈനസ് 5x ഡിവൈഡഡ് ബൈ 2 വരും. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 2 2 വെട്ടി കളയാപ്പോൾ തന്നെ ബാക്കിയുള്ളത് ആഡ് ചെയ്യുമ്പോൾ എന്നാ വരും? കോസ് 7x പ്ലസ് 5x 12x വരും. 12x ഡിവൈഡഡ് ബൈ 2 വരും. കോസ് 7x മൈനസ് 5x കോസ് 2x വരും. 2x ഡിവൈഡഡ് ബൈ 2 വരും. ഡിവൈഡഡ് ബൈ കോസ് 7x പ്ലസ് 5x എന്നാ? കോസ് 12x ഡിവൈഡഡ് ബൈ 2 വരും. ഇൻറ്റു സൈൻ 7x മൈനസ് 5x സൈൻ 2x ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, രണ്ടും ക്യാൻസൽ ആയി പോകും. കോസ് 2x ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് x എന്ന് എഴുതാം. സൈൻ 2x ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ x എന്ന് എഴുതാം. അപ്പോൾ കോസ് x ബൈ സൈൻ x എന്താ? കോട്ട് x. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയി. വളരെ സിമ്പിൾ ആണ്. ഒരുപോലെയുള്ള പ്രോബ്ലംസ് എല്ലാം ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്തിട്ട് ആൻസർ മാത്രം ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കും.